ശ്രീജ രാവിലെ മഴ പെയ്തിരുന്നു, അത് ശരിയാണ്, മഴ പെയ്തിരുന്നു രാവിലെ. പക്ഷേ ആ മഴ പെയ്ത സമയത്താണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. മഴ പെയ്ത ആ സമയത്ത് VS അച്യുതാനന്ദന്റെ മൃതദേഹം അദ്ദേഹത്തിന്റെ വീട്ടിൽ, ഇവിടെ ലോ കോളേജ് ജംഗ്ഷനിലുള്ള അദ്ദേഹത്തിന്റെ വീട്ടിലായിരുന്നു പൊതുദർശനത്തിന് വെച്ചിരുന്നത്. അതിനുശേഷമാണ് ആ മൃതദേഹം അല്പസമയം മുമ്പ് ദർബാർ ഹാളിൽ, സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിലേക്ക് കൊണ്ടുവന്നത്. ഇപ്പോൾ ഇവിടെ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. രാവിലെ മഴ പെയ്യുന്ന സമയത്തും ഇവിടെ സെക്രട്ടേറിയറ്റിലെ നോർത്ത് ഗേറ്റ് 2 ഇവിടെയാണ് ജനങ്ങൾക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കുവാനും VSന് ആദരാഞ്ജലി അർപ്പിക്കുവാനുമുള്ള അവസരം ഒരുക്കിയിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ, ഞാൻ മഴയുടെ കാര്യം പറഞ്ഞത് രാവിലെ മഴ പെയ്യുന്ന ആ സമയത്ത് തന്നെ ഇവിടെ ക്യൂ ആയി കഴിഞ്ഞിരുന്നു. ഏകദേശം ഈ ക്യൂ നീളുന്നത് കാണാം, നമ്മുടെ ദൃശ്യത്തിൽ കാണാം. ഇപ്പോൾ നോർത്ത് ഗേറ്റിൽ നിന്ന് നോക്കൂ, വളരെ ശാന്തരായി അവർ കാത്തു നിൽക്കുകയാണ്. കാരണം പ്രധാനപ്പെട്ട നേതാക്കൾക്ക് തുടക്കത്തിൽ ആദരാഞ്ജലി അർപ്പിച്ച് മടങ്ങേണ്ടതുണ്ട്. മുഖ്യമന്ത്രി എത്തിയിട്ടുണ്ട്, സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട് സെക്രട്ടേറിയറ്റിനുള്ളിൽ. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾക്ക് ഇപ്പോൾ ഉള്ളിലേക്ക് പ്രവേശനം നൽകിയിട്ടില്ല. ഗേറ്റിന് വെളിയിൽ അവർ കാത്തു നിൽക്കുകയാണ്. എത്ര സമയം വേണമെങ്കിലും കാത്തു നിൽക്കാൻ ഇവർക്ക് കഴിയും. കാരണം ഇവർക്ക് ഓരോരുത്തർക്കും VS ഒരു വികാരമാണ്. VS അച്യുതാനന്ദൻ ഇനി നമ്മോട് ഒപ്പം ഇല്ല എന്നുള്ള കാര്യം അവർ ഉൾക്കൊണ്ട് കഴിഞ്ഞു. പക്ഷേ VSന്റെ മൃതദേഹം ഒരു തവണ കാണുവാനുള്ള കാത്തുനിൽപ്പിലാണ് ഈ കൂടിയിരിക്കുന്ന ആളുകൾ. കാണാം, നമുക്ക് ഈ ക്യൂ കാണാം. ക്യൂ നീണ്ടു പോവുകയാണ്. രാവിലെ മഴ പെയ്തപ്പോൾ മുതൽ തന്നെ, മഴ പെയ്ത സമയത്ത് രാവിലെ 8:30 ഇവിടെ നല്ല മഴയായിരുന്നു, കനത്ത മഴയെന്ന് തന്നെ പറയാം തിരുവനന്തപുരം നഗരത്തിൽ. ആ സമയത്ത് തന്നെ ആളുകൾ നോർത്ത് ഗേറ്റിന് മുന്നിൽ ഇങ്ങനെ വന്ന് കൂട്ടം കൂടി തുടങ്ങിയിരുന്നു. അവർ ഒരു തരത്തിലുള്ള ധൃതിയും കാണിക്കുന്നില്ല. കാരണം അവർക്കറിയാം ഉച്ചയ്ക്ക് ശേഷവും പൊതുദർശനത്തിന് വേണ്ടിയുള്ള സൗകര്യം ഇവിടെ ഒരുക്കും എന്നത്. അതിനാൽ തന്നെ ഇത്രയും ആളുകൾ, നോക്കൂ, ക്യൂ നീണ്ടു പോകുന്നത് കാണാം. പാളയം ഭാഗത്തേക്കാണ്. ഏതാണ്ട് നോർത്ത് ഗേറ്റിൽ നിന്ന് ഏതാണ്ട് 300-400 മീറ്റർ അപ്പുറത്തേക്ക് ഈ ക്യൂ നീണ്ടുപോകുന്ന കാഴ്ചയാണ്. ഇതാ ക്യൂ, ഇപ്പോൾ ക്യൂവിന്റെ അറ്റം ആയിട്ടില്ല. പൊതുജനങ്ങൾക്ക് സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് പ്രവേശിക്കുവാനായിട്ട് സമയം ആയിട്ടില്ല. അതിന് ഗേറ്റ് തുറന്നില്ല. നമുക്ക് നോർത്ത് ഗേറ്റിന്റെ സമീപം വരുമ്പോൾ കാണാം, അവിടെ ഗേറ്റ് തുറക്കുന്നതും കാത്ത് പോലീസുകാർ ഇപ്പോഴും ഗേറ്റ് തുറന്നിട്ടില്ല. കാരണം അകത്ത് പ്രധാനപ്പെട്ട ആളുകളുണ്ട്. അവർ മടങ്ങി സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അവർ മടങ്ങിയതിനു ശേഷം പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള ഗേറ്റ് തുറന്ന് ആ സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയാണ്. ക്യൂ കാണാം, ഇപ്പോഴും ക്യൂ കാണാൻ നമുക്ക് ക്യൂ നീണ്ടുപോകുന്നത്. ഒരു തരത്തിലുള്ള ബഹളമോ ഒന്നുമില്ല. ഔദ്യോഗിക ബഹുമതി നൽകുന്ന ചടങ്ങായിരുന്നു ഇപ്പോൾ ദർബാർ ഹാളിന് ഉള്ളിൽ നടന്നത്. പോലീസിന്റെ ഇപ്പോഴും കാണാം ക്യൂ. ഞാനിപ്പോൾ നടന്ന് ഏകദേശം 200 മീറ്റർ പിന്നിട്ട് കഴിഞ്ഞു. ഇനിയും ക്യൂ നീളുകയാണ്. അങ്ങോട്ട് ക്യാമറ അങ്ങോട്ട് പോകും. ഇവിടെ ഒരു തരത്തിലും ഉള്ള ബഹളമോ ഒന്നുമില്ല. ഇതുവരെ നോർത്ത് ഗേറ്റ് തുറന്നിട്ടില്ല. നോർത്ത് ഗേറ്റ് തുറന്നാൽ മാത്രമേ ജനങ്ങൾക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. അവർ പക്ഷേ ഇപ്പോഴും കാത്തു നിൽക്കുകയാണ്. ക്യൂവിന്റെ വലിപ്പം കൂടി വരുന്നു. ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. VSന് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി. അത് ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നും ഉള്ളവർ ആയിരിക്കണം. കാരണം വിലാപയാത്ര ആലപ്പുഴയിലേക്ക് പോകുന്ന സമയത്ത് അവിടെ കാണുവാനുള്ള സൗകര്യം ദേശീയപാതയുടെ ഇരുവശവും ഉണ്ട്. പല സ്ഥലങ്ങളിലും വാഹനം നിർത്തി ആദരാഞ്ജലി അർപ്പിക്കുവാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഇവിടെ കൂടുതലും തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള ആളുകളാവാം. ആലപ്പുഴ ജില്ലയിലേക്ക് വടക്കൻ ജില്ലകളിൽ നിന്നുള്ള ആളുകൾ വരുവാനാണ് സാധ്യത കൂടുതൽ ഉള്ളത്. ഇന്ന് പൊതു അവധി കൂടി പ്രഖ്യാപിച്ചതിനാൽ ഒട്ടേറെ ആളുകൾ ഇങ്ങോട്ട് രാവിലെ മുതൽ തന്നെ എത്തിത്തുടങ്ങിയിരുന്നു. ഇത് ഇവിടെ ഒരു ചെറിയ ഗേറ്റിന്റെ അവിടെ മാത്രം കുറച്ച് ആളുകളില്ല. പിന്നെ ബാക്കി വീണ്ടും ക്യൂ അങ്ങോട്ട് രൂപപ്പെട്ടു വരികയാണ്. നമുക്ക് നോർത്ത് ഗേറ്റിന്റെ അങ്ങോട്ട് തന്നെ മടങ്ങിപ്പോകാം. നോർത്ത് ഗേറ്റിന്റെ സമീപം എങ്ങനെയാണ് അവിടെ ഇപ്പോൾ പൊതുജനങ്ങൾക്ക് അകത്തേക്ക് പ്രവേശിക്കുവാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടോ എന്ന് നോക്കാം. എന്തായാലും VS എന്ന 2 അക്ഷരം അത് മലയാളികളുടെ ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അത് പാർട്ടിക്ക് അതീതമായിട്ടായിരുന്നു. ഏത് മുന്നണിയിൽപ്പെട്ടവരോ പാർട്ടിയിൽപ്പെട്ടവരോ ഏത് വിശ്വാസം പുലർത്തുന്നവരോ ആണെങ്കിലും VS എന്ന 2 അക്ഷരം അവരുടെ ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നതിന് ഒരു ഉദാഹരണമാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തടിച്ചുകൂടിയിരിക്കുന്ന ഈ ജനസഞ്ചയം എന്ന് തന്നെ പറയാം. ആ ക്യൂ കൂടുതലായിട്ട് രൂപപ്പെട്ട് വരികയാണ്. അവിടെ നിന്ന് വളഞ്ഞ് നേരെ പാളയം ഭാഗത്തേക്ക് പോകുന്നില്ല. അവിടുന്ന് താഴോട്ട് വളഞ്ഞ് തന്നെ ക്യൂ വീണ്ടും രൂപപ്പെട്ട് തുടങ്ങിയിരിക്കുകയാണ്. ഇതുവരെ അകത്തേക്ക് പ്രവേശനം ഇതുവരെ ആയിട്ടില്ല. കുറച്ചുകൂടി സമയം കാത്തു നിൽക്കേണ്ടി വരും ഈ കൂടിയിരിക്കുന്ന ജനങ്ങൾക്ക്. അവർക്ക് ഗേറ്റ് തുറന്നു കിട്ടുന്നതിന് വേണ്ടി പോലീസുകാർ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ ഗേറ്റ് തുറക്കുവാൻ കുറച്ചുകൂടി സമയം എടുക്കും. അതിനാൽ തന്നെ കുറച്ചുകൂടി കാത്തു നിൽക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അനൗൺസ്മെന്റുകൾ പല ഭാഗത്തു
നിന്നും വരുന്നുണ്ട്. ഒരു ഗേറ്റ് കൂടി ചിലപ്പോൾ നേരെ എതിർവശത്തുള്ള ഒരു ഗേറ്റ് കൂടി തുറക്കും എന്ന് പോലീസുകാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിപ്പോൾ അതിനുള്ള ഒരുക്കം ആയിട്ടില്ല. എങ്കിലും നോർത്ത് ഗേറ്റ് വഴിയുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അവിടെ ബാരിക്കേഡ് വെച്ചിട്ടുണ്ട്. ബാരിക്കേഡ് വെച്ച് ഇരുഭാഗങ്ങളിലും ബാരിക്കേഡ് വെച്ച് ജനങ്ങൾക്ക് അധികം ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ തന്നെ ചെന്ന് VS-നെ കണ്ട് മടങ്ങുക എന്ന രീതിയിൽ മറുവശത്ത് ബാരിക്കേഡ് തീർത്തുകൊണ്ട് അവർക്ക് വെളിയിലേക്ക് കടക്കുവാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും പോലീസ് അത് കൃത്യമായിട്ടൊന്ന് ചെയ്യുന്നുണ്ട്. രാവിലെ മഴ പെയ്ത് കുറച്ച് സമയം ഇവിടെ ഈ സംവിധാനം ഒരുക്കുന്നതിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു. എങ്കിൽ പോലും ഇപ്പോൾ മഴ തോർന്നു നിൽക്കുകയാണ്. ഇപ്പോൾ VS അച്യുതാനന്ദന്റെ മൃതദേഹം ദർബാർ ഹാളിലേക്ക് കൊണ്ടുവന്ന സമയത്ത് മഴ തോർന്നു നിൽക്കുകയായിരുന്നു. അതിനാൽ തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ഈ സംവിധാനം ഒരുക്കുവാനും കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും പറയുന്ന ഒരേ ഒരു കാര്യം VS എന്ന ആ ഒരു രണ്ടക്ഷരത്തെ കുറിച്ച് തന്നെയാണ്. VS എങ്ങനെയാണ് തങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്വാധീനം ചെലുത്തിയത്. ഇതിൽ കൂടുതൽ പേരും VS-ന്റെ അവസാന കാലഘട്ടം, VS പ്രതിപക്ഷ നേതാവായിട്ടും VS മുഖ്യമന്ത്രിയായിട്ടും പ്രവർത്തിച്ച ആ കാലഘട്ടം, ഏതാണ്ട് 90-ന് ശേഷമുള്ള ആ കാലഘട്ടത്തെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കിയിരിക്കുന്ന ആളുകളാണ്. പുതിയ തലമുറയിലും അതിന് തൊട്ടുമുമ്പുള്ള തലമുറയിലും പെട്ട ആളുകളാണ് കൂടുതലായിട്ടും വന്നിട്ടുള്ളത്. അവർക്കറിയാം VS-ന്റെ പ്രസംഗങ്ങൾ, VS-ന്റെ വാക്ചാതുരി, VS-ന്റെ ഇടപെടലുകൾ, ഇതെല്ലാം അവർക്കറിയാവുന്ന കാര്യമാണ്. അതെല്ലാം മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. അതിൽ CPM-ലും ഇടതുപക്ഷ പ്രസ്ഥാനത്തിലും വിശ്വസിക്കുന്നവർ മാത്രമല്ല, മറ്റ് മുന്നണികളിലും പാർട്ടികളിലും ഒക്കെ വിശ്വസിക്കുന്നവരും ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ളവരും ഇവിടെ VS-നെ കാണുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. രാവിലെ പലരോടും സംസാരിച്ചപ്പോൾ പലരും ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നും വന്നിട്ടുള്ള ആളുകളാണ്. അവർ രാവിലെ തന്നെ വാഹനം പിടിച്ച് വന്നവരാണ്. ഇന്ന് പൊതു അവധിയാണ്. പക്ഷേ KSRTC ബസ്സുകൾ ഓടുന്നുണ്ട്, സർവീസ് നടത്തുന്നുണ്ട്. ബസ്സുകളിൽ നല്ല തിരക്ക് ഇന്ന് കാണുന്നുണ്ട്. സെക്രട്ടേറിയറ്റ് മുന്നിൽ കൂടി കടന്നു പോകുന്ന ബസ്സുകളിൽ എന്തായാലും ഇപ്പോൾ ഞങ്ങൾ സെക്രട്ടേറിയറ്റിൽ നോർത്ത് ഗേറ്റിന്റെ സമീപത്തേക്ക്, അതായത് എവിടെ കൂടിയാണോ ഇവരെ അകത്തേക്ക് ഈ പൊതുജനങ്ങൾക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്, ആ നോർത്ത് ഗേറ്റിന് സമീപത്തേക്കാണ് ഞങ്ങൾ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഇല്ല, തുറന്നിട്ടില്ല, ഇതുവരെ ഗേറ്റ് തുറന്നിട്ടില്ല. ഇപ്പോഴും ആളുകൾ കാത്തു നിൽക്കുകയാണ്. അതുമാത്രമല്ല ക്യൂ മറ്റൊരു ഭാഗത്തേക്ക്, ഇപ്പോൾ നേരെ പാളയം ഭാഗത്തേക്ക് വിടാതെ താഴോട്ട് വാൻറോസ് ജംഗ്ഷനിലേക്ക് തിരിച്ച് ക്യൂ വിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏതാണ്ട് ഒരു 400 മീറ്ററിനപ്പുറത്തേക്ക് ക്യൂ ആയി കഴിഞ്ഞു. എന്തായാലും അതിന് കൂടുതൽ ക്യൂ വരികയാണെങ്കിൽ നേരെ എതിർവശത്തുള്ള ഗേറ്റ് കൂടി അവിടെയും കൂടി സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ് പോലീസിന്റെ ഇപ്പോഴുള്ള തീരുമാനം. അകത്ത് ഗേറ്റ് തുറന്നു. ഇപ്പോൾ ഞങ്ങൾ ഗേറ്റിന്റെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു. ഗേറ്റ് തുറന്നു. ആളുകൾ പതിയെ ഉള്ളിലേക്ക് കടന്നു പോകുന്ന, ഇപ്പോൾ അകത്തേക്ക് പ്രവേശനം അനുവദിച്ചിരിക്കുകയാണ്. VS-നെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ജനങ്ങൾ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഗേറ്റ് തുറന്നു. നോർത്ത് ഗേറ്റ് 2, സെക്രട്ടേറിയറ്റിന്റെ നോർത്ത് ഗേറ്റ് 2 വഴി ആളുകളെ, ചെറിയ ഒരു കവാടമാണ്, അതുവഴി കയറുകെട്ടി തിരിച്ചിട്ടുണ്ട്, ബാരിക്കേഡ് വെച്ചിട്ടുണ്ട്. അതിന്റെ തിങ്ങി ഞെരുങ്ങി പോകേണ്ട ഒരു ഗേറ്റാണ്. അവിടെ കൂടിയാണ് ഇപ്പോൾ ആളുകളെ ഇപ്പോൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. മെയിൻ ഗേറ്റ് തുറക്കില്ല. അതിന്റെ വശത്തുള്ള ചെറിയ ഗേറ്റ് വഴി ആളുകളെ അകത്തേക്ക് കടത്തി വിട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ ഉള്ളിലേക്ക് സാവധാനം, ഇപ്പോൾ ഗേറ്റ് തുറന്നതേ ഉള്ളൂ. ഗേറ്റ് തുറന്ന് ഇപ്പോൾ ഉള്ളിലേക്ക് നോർത്ത് ഗേറ്റ് കടന്ന് ആളുകൾ VS-ന് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി എത്തുന്ന കാഴ്ചയാണ്. ഇവർ പലരും രാവിലെ മുതൽ തന്നെ ഇവിടെ കാത്തു നിൽക്കുന്ന ആളുകളാണ്. മിക്കവാറും ഒരു